ഹലോ ഫ്രണ്ട്സ്, ഇത് നമുക്ക് കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്ത സ്റ്റിക്കേഴ്സ് ഇതേപോലെ ട്രേസ് ചെയ്തെടുക്കാം. വരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സെൽഫായിട്ട് വരച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ജെൽ പെൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ അത് ഒന്നുകൂടി കടുപ്പിച്ച് വരയ്ക്കുക. എല്ലാ സ്റ്റിക്കേഴ്സും വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ എല്ലാ സ്റ്റിക്കേഴ്സിനും ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കാം. സ്റ്റിക്കേഴ്സ് എല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. കളർ ചെയ്തെടുത്ത സ്റ്റിക്കേഴ്സ് നമുക്ക് വൈറ്റ് പോർഷൻ നിലനിർത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത സ്റ്റിക്കേഴ്സ് അതായി കാണുന്നതെല്ലാം. ഇനി ഒരു ബട്ടർ പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ A4 സൈസ് പേപ്പറിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ഓയിൽ തുടച്ചെടുത്തിട്ട് ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ സ്റ്റിക്കേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തേക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ സ്റ്റിക്കേഴ്സും സെല്ലോ ടേപ്പ് ഒട്ടിച്ച് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ആ സെല്ലോ ടേപ്പിൻ്റെ കുറച്ച് പോർഷൻ നിലനിർത്തിക്കൊണ്ട് സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ സ്റ്റിക്കേഴ്സും. അതാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. ഇനി ആ സ്റ്റിക്കേഴ്സിൻ്റെ ബാക്കിൽ ആ സെൻറ്റർ പോർഷനിൽ മാത്രമായിട്ട് നമ്മൾ ഗം തേച്ചിട്ട് എല്ലാ സ്റ്റിക്കേഴ്സും ഒരു A4 സൈസ് പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിലോ ഇത് കണക്ക് നമ്മൾ ഇച്ചിരി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യാനുസരണം ഓരോ സ്റ്റിക്കറും ഇളക്കിയെടുത്ത് ബുക്കിലോ എവിടെയാണെന്ന് വെച്ചാൽ ഒട്ടിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.